Hi all, welcome to Steadicom MLT Academy. Kerala PSC ലാബ് ടെക്നീഷ്യൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ കാറ്റഗറി നമ്പർ 243/2023 ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇവിടെ ഒരു സിമ്പിൾ കൊടുത്തിട്ടുണ്ട്. ആ ഒരു സിമ്പിൾ ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറയുന്നത്. ഓപ്ഷൻസ് ആയിട്ട് ഓപ്ഷൻ എ റേഡിയേഷൻ ഹസാർഡ്, ഓപ്ഷൻ ബി റെസ്പിറേറ്ററി ഇറിറ്റൻറ്റ്, ഓപ്ഷൻ സി ബയോളജിക്കൽ ഹസാർഡ്, ഓപ്ഷൻ ഡി ഇമേജ്. ഏതാണ് കറക്റ്റ് ആൻസർ? യെസ്, ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ബയോളജിക്കൽ ഹസാർഡ്. കാരണം ബയോളജിക്കൽ ഹസാർഡിൻ്റെ സിമ്പിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ PSCയിൽ പിക്ചേഴ്സും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതുപോലെ ഏതെങ്കിലും പിക്ചേഴ്സ് ചിലപ്പം ഇനി PSCയിൽ ചോദിക്കാം. അപ്പോൾ ബാക്കിയുള്ള ഹസാർഡിൻ്റെ പിക്ചേഴ്സൊക്കെ എന്ത് ചെയ്യാം, നിങ്ങൾ നോക്കി വെക്കുക എന്നുള്ളതാണ്. റേഡിയേഷൻ ഹസാർഡ്, ബാക്കി ഫ്ലെയിമബിൾ കെമിക്കൽ, അങ്ങനെയുള്ളതിൻ്റെ ഹസാർഡ്സിൻ്റെ പിക്ചേഴ്സും ഒന്ന് നോക്കി വെക്കുക. ഇവിടെ കൊടുത്തിരിക്കുന്നത് ബയോളജിക്കൽ ഹസാർഡിൻ്റെ സിമ്പിളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, as a part of biomedical waste segregation, yellow colored non-chlorinated containers are used to collect option A blood and body fluids, option B contaminated metallic sharp, option C contaminated recyclable plastic items, option D general waste. ഏതാണ് കറക്റ്റ് ആൻസർ? യെസ്, യെല്ലോ കളേർഡ് ട്യൂബ്, നോൺ ക്ലോറിനേറ്റഡ് കണ്ടെയ്നർ നമ്മൾ യൂസ് ചെയ്യുന്നത് ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സിനാണ്. അല്ലെങ്കിൽ ബ്ലഡ് പ്രോഡക്ട്സ്, പ്ലാസൻഡ, ഇങ്ങനെയുള്ള വേസ്റ്റുകൾ നമ്മൾ ഏതിലേക്കാണ് ഇടാറുള്ളത്? യെല്ലോ കളേർഡ് ട്യൂബ് ബാഗിലേക്കാണ്. ഇപ്പോൾ റീസൈക്കിളബിൾ ആയിട്ടുള്ള പ്ലാസ്റ്റിക് ഐറ്റംസ്, കണ്ടാമിനേറ്റഡ് റീസൈക്കിളബിൾ ആയിട്ടുള്ള പ്ലാസ്റ്റിക് ഐറ്റംസ് നമ്മൾ ഇടാറുള്ളത് റെഡ് ട്യൂബിലേക്കാണ്. അതുപോലെ തന്നെ കണ്ടാമിനേറ്റഡ് മെറ്റാലിക് ഷാർപ്പ് നമ്മൾ ഇടാറുള്ളത് വൈറ്റിലേക്കാണ്. ഓക്കെ, അതുപോലെ നമ്മൾ ബ്രോക്കൺ ഗ്ലാസസ് ആണെങ്കിൽ ബ്ലൂയിലേക്കാണ് ഇടാറുള്ളത്. ഇപ്പോൾ റീസൈക്കിളബിൾ ആയിട്ടുള്ള പ്ലാസ്റ്റിക് ഐറ്റംസ്, കത്തീറ്റേഴ്സ്, സിറിഞ്ച് വിത്തൗട്ട് നീഡിലൊക്കെ നമ്മൾ ഏതിലേക്കാണ് ഇടുക? റെഡിലേക്കും. മെറ്റാലിക് ഷാർപ്പ്, അതേപോലെ ബ്ലേഡ്, നീഡിൽസ്, ഇതൊക്കെ നമ്മൾ ഇടുന്നത് വൈറ്റിലേക്കും. ബ്ലൂയിലേക്കാണെങ്കിൽ ബ്രോക്കൺ ഗ്ലാസസ് ഒക്കെയാണ് ഇടാറുള്ളത്. ഓക്കെ, ഇതാണ് നമുക്ക് ബയോമെഡിക്കൽ വേസ്റ്റ് കളർ കോഡിൽ പറയാനുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which one of the following is an accreditation agency for testing and calibration laboratories in India? Option A NABH, option B NABL, option C NACL, option D ISI. ഏതാണ് കറക്റ്റ് ആൻസർ? യെസ്, NABL. നമ്മളുടെ ഇന്ത്യയിൽ ലാബിലെ അക്രഡിറ്റേഷൻ തരുന്ന ഏജൻസി എന്ന് പറയുന്നത് NABL ആണ്. എന്താണ് ഈ NABLൻ്റെ ഫുൾ ഫോം? നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ ലബോറട്ടറി എന്നാണല്ലേ. സോ NACL എന്ന് പറയുന്നത് US-ലുള്ളതാണ്. സോ ഇന്ത്യ എന്ന് ഇവിടെ എടുത്ത് ചോദിച്ചിട്ടുണ്ട്, നോട്ട് ചെയ്ത് വെക്കുക. NABLൻ്റെ ഫുൾ ഫോം നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ ലബോറട്ടറി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ low fixed specific gravity of urine is a indication for option A chronic diabetes mellitus, option B chronic diabetes insipidus, option C chronic renal failure, option D acute renal failure. ഏതാണ് കറക്റ്റ് ആൻസർ? കറക്റ്റ് ഓപ്ഷൻ സി, ക്രോണിക് റീനൽ ഫെയിലിയർ. ഇവിടെ ലോ ഫിക്സ്ഡ് സ്പെസിഫിക് ഗ്രാവിറ്റി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫിക്സ്ഡ് ആയിട്ടുള്ള സ്പെസിഫിക് ഗ്രാവിറ്റി ആണ്. സോ സ്പെസിഫിക് ഗ്രാവിറ്റി കൂടുന്ന കേസാണ് ഡയബറ്റിസ് മെലിറ്റസ്. സ്പെസിഫിക് ഗ്രാവിറ്റി കുറയുന്ന കേസാണ് ഈ ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്ന് പറയുന്നത്. എന്നാൽ ക്രോണിക് റീനൽ ഫെയിലിയറിൽ സ്പെസിഫിക് ഗ്രാവിറ്റി ഫിക്സ്ഡ് ആവുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ കിഡ്നി അവിടെ ഫെയിൽ ആയി കഴിഞ്ഞാൽ യൂറിൻ ഫിൽട്ടർ ചെയ്യുന്നതിൻ്റെ റീഅബ്സോർപ്ഷനും കാര്യങ്ങളും, അല്ലെങ്കിൽ
ഒന്നും നടക്കുന്നില്ല അല്ലെ മര്യാദയ്ക്ക്, അല്ലെങ്കിൽ ഫിൽട്രേഷൻ മര്യാദയ്ക്ക് നടക്കുന്നില്ല. അപ്പോൾ ആ ഒരു കേസിൽ ഇവിടെ എന്ത് ചെയ്യാണ്, ഫിക്സ്ഡ് സ്പെസിഫിക് ഗ്രാവിറ്റി, എപ്പോൾ നമ്മൾ സ്പെസിഫിക് ഗ്രാവിറ്റി ചെയ്താലും ഒരേ രീതിയിലായിരിക്കും വരുന്നത്. അപ്പോൾ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്രൂട്ടി ഓർഡർ ഇൻ യൂറിൻ എസ്പെഷ്യലി ഇൻഡിക്കേറ്റ് പ്രസൻസ് ഓഫ് ഓപ്ഷൻ എ മാപ്പിൾ സിറപ്പ് യൂറിൻ ഡിസീസ്, ഓപ്ഷൻ ബി ബാക്ടീരിയ, ഓപ്ഷൻ സി കീറ്റോൺ ബോഡീസ്, ഓപ്ഷൻ ഡി ഷുഗർ. യെസ്, കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. കാരണം ഫ്രൂട്ടി ഓർഡർ, യൂറിനിൽ ഫ്രൂട്ടി ഓർഡറിന് കാരണം കീറ്റോൺ ബോഡീസ് ആണ്. കീറ്റോൺ യൂറിയ ഉണ്ടാകുമ്പോഴാണ് ഈ ഫ്രൂട്ടി ഓർഡർ വരുന്നത്. മാപ്പിൾ സിറപ്പ് യൂറിൻ ഡിസീസിൽ മാപ്പിൾ സിറപ്പിൻ്റെ ഓർഡറാണ് വരുന്നത്. അതേപോലെ ബാക്ടീരിയ ഉണ്ടാകുമ്പോൾ ഒരു അമോണിയ ഓർഡറാണ് വരുന്നത്. കീറ്റോൺ ബോഡീസിൻ്റെ കേസിലാണ് ഫ്രൂട്ടി ഓർഡർ പ്രസൻ്റ് ആയിരിക്കുന്നത്. മാപ്പിൾ സിറപ്പ് യൂറിൻ ഡിസീസിലും മാപ്പിളിൻ്റെ ആണ്. അതേപോലെ ഫീനൈൽ കീറ്റോന്യൂറിയയിലാണ് മൗസി ഓർഡർ. മൗസി ഓർഡർ വരുന്നത് ഫീനൈൽ കീറ്റോന്യൂറിയയിലാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഓർഡറിനെ കുറിച്ച് ഫീനൈൽ കീറ്റോന്യൂറിയൻ്റെതും കൂടി പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബെൻസ് ജോൺസ് പ്രോട്ടീൻ. ബെൻസ് ജോൺസ് പ്രോട്ടീൻസ് ആർ ഓപ്ഷൻ എ ആൽബുമിൻ, ഓപ്ഷൻ ബി ഇമ്മ്യൂണോഗ്ലോബുലിൻ, ഓപ്ഷൻ സി മൈക്രോ ആൽബുമിൻ, ഓപ്ഷൻ ഡി ലിപ്പോപ്രോട്ടീൻ. ഏതാണ് കറക്റ്റ് ആൻസർ? യെസ്, ഇമ്മ്യൂണോഗ്ലോബുലിൻ. നമ്മൾ ഈ ബെൻസ് ജോൺസ് പ്രോട്ടീൻസ് കാണുന്നത് സെറം ഇലക്ട്രോഫോറസിസ് ചെയ്യുന്ന സമയത്താണ് അല്ലേ. ബെൻസ് ജോൺസ് പ്രോട്ടീൻ എന്ന് പറയുന്നത് ഒരു ഇമ്മ്യൂണോഗ്ലോബുലിൻ ആണ്, അല്ലെങ്കിൽ ഒരു ഗാമ ഗ്ലോബുലിൻ ആണ്. സോ അതേപോലെ ഇത് എവിടെയാണ് കാണുന്നത്? ബെൻസ് ജോൺസ് പ്രോട്ടീൻ കാണുന്ന കണ്ടീഷൻ ഏതാണ്? മൾട്ടിപ്പിൾ മൈലോമ. മൾട്ടിപ്പിൾ മൈലോമയാണ് നമ്മൾ ബെൻസ് ജോൺസ് പ്രോട്ടീൻസ് കാണുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നോർമലി ദർ ഈസ് നോ presence of glucose in urine sample. What is the renal threshold for glucose? Option A 70 to 110 milligram percentage, option B 150 milligram percentage, option C 120 to 150 milligram percentage, option D 180 milligram percentage. Correct answer ഏതാണ്? യെസ്, ഓപ്ഷൻ ഡി 180 milligram percentage. ക്വസ്റ്റ്യൻ എന്താ ഇവിടെ ചോദിച്ചിട്ടുള്ളത്? യൂറിനിൽ സാധാരണ എന്ത് കാണാറില്ല? ഗ്ലൂക്കോസ് കാണാറില്ല. അപ്പോൾ റീനൽ ത്രെഷോൾഡ് എന്താണെന്നുള്ളത്, അപ്പോൾ റീനൽ ത്രെഷോൾഡ് എന്ന് പറയുന്നത് 160 to 180 milligram per DL ആണ്, അല്ലെങ്കിൽ മില്ലിഗ്രാം പെർസെൻറ്റേജ് ആണ്. അപ്പോൾ ഇതിൽ കൂടിക്കഴിഞ്ഞാൽ, അതായത് 180 ബ്ലഡിൽ ഷുഗർ കൂടിക്കഴിഞ്ഞാലാണ് ആ ഷുഗർ യൂറിനിലൂടെ എക്സ്ക്രീറ്റ് ചെയ്ത് പോകുന്നത്. അപ്പം 180 ബ്ലഡിൽ 180 milligram പെർസെൻറ്റേജ് വരെ ആണ് ഉള്ളതെങ്കിൽ യൂറിനിൽ കൂടെ ഷുഗർ എക്സ്ക്രീറ്റ് ചെയ്ത് പോകില്ല. അതിനേക്കാളും കൂടുതൽ ഗ്ലൂക്കോസ് ഉണ്ടാവുമ്പോൾ യൂറിനിൽ കൂടെ ഷുഗർ എന്ത് ചെയ്യും? എക്സ്ക്രീറ്റ് ചെയ്ത് പോകും. ഈ ഒരു 180 അല്ലെങ്കിൽ 160 to 180 എന്ന് പറയുന്നത് നമ്മൾ റീനൽ ത്രെഷോൾഡ് എന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഹേസ് ടെസ്റ്റ് ഈസ് ഡൺ ഇൻ യൂറിൻ സാമ്പിൾ ഫോർ ദ ഡിറ്റക്ഷൻ ഓഫ് ഓപ്ഷൻ എ സോഡിയം ടോറോകോളേറ്റ്, ഓപ്ഷൻ ബി സോഡിയം ഗ്ലൂക്കോണേറ്റ്, ഓപ്ഷൻ സി ബിലിറുബിൻ, ഓപ്ഷൻ സി ബിലിസയാനിൻ. കറക്റ്റ് ആൻസർ ഏതാണ്? സോഡിയം ടോറോകോളേറ്റ് ആണ്, ഓപ്ഷൻ എ ആണ്. ഹേസ് ടെസ്റ്റ് എന്ന് പറയുന്നത് ബൈൽ സാൾട്ടിന് നമ്മൾ ചെയ്യുന്ന ടെസ്റ്റാണ് ഹേസ് ടെസ്റ്റ്. യൂറിനിൽ ബൈൽ സാൾട്ടിന്. ബൈൽ സാൾട്ട് ഏതൊക്കെയാണ്? സാധാരണ ഇങ്ങനെയാണ് ചോദിക്കാറുള്ളത്, ഹേസ് ടെസ്റ്റ് ഫോർ ബൈൽ സാൾട്ട്. പക്ഷേ ഇത് കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് ചോദിച്ചു. സോഡിയം ടോറോകോളേറ്റ്, സോഡിയം ഡിയോക്സികോളേറ്റ് ഒക്കെയാണ് എന്ത് ബൈൽ സാൾട്ട് എന്ന് പറയുന്നത്. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹേസ് ടെസ്റ്റ് ചെയ്യാറുള്ളത്. ചിലപ്പോൾ വേറൊരു ടെസ്റ്റും കൂടി ഉണ്ട്, സ്മിത്ത് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. അതും ഇതേപോലെ ബൈൽ സാൾട്ടിന് ചെയ്യുന്ന ടെസ്റ്റ് തന്നെയാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ്, ഓപ്ഷൻ എ യൂറിൻ കോൺജുഗേറ്റഡ് ബിലിറുബിൻ ഈസ് ഹൈ ആൻഡ് യൂറോബിലിനോജൻ ഈസ് ഡിക്രീസ്ഡ്. ഓപ്ഷൻ ബി urine unconjugated bilirubin is high and urobilinogen decreased. Option C urobilinogen is high giving a cherry red color. Option D urine is colorless. ഏതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്? യെസ്, ഓപ്ഷൻ എ യൂറിൻ കോൺജുഗേറ്റഡ് ബിലിറുബിൻ
ഈസ് ഹൈ ആൻഡ് യൂറോബിലിനോജൻ ഈസ് ഡിക്രീസ്ഡ്. ഇവിടെ കോൺജുഗേറ്റഡ് ബിലിറുബിൻ ആണ് കൂടുന്നത്. കോൺജുഗേഷൻ നടന്നാൽ മാത്രമേ യൂറിനിൽ ബിലിറുബിൻ കാണുള്ളൂ. സോ കോൺജുഗേറ്റഡ് ബിലിറുബിൻ ആണ് ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസിൽ കൂടുന്നത്. അതേപോലെ യൂറോബിലിനോജൻ ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. അൺകോൺജുഗേറ്റഡ് ബിലിറുബിൻ കൂടുന്നത്, ഐ മീൻ യൂറിനിലല്ല, ബ്ലഡിൽ അൺകോൺജുഗേറ്റഡ് ബിലിറുബിൻ കൂടുന്ന കണ്ടീഷന് പ്രീ ഹെപ്പാറ്റിക് ജോണ്ടിസ് ആണ്, അല്ലെങ്കിൽ ഹീമോളൈറ്റിക് ജോണ്ടിസിന്റെ കേസിലാണ്. ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസിൽ കോൺജുഗേറ്റഡ് ബിലിറുബിൻ ആണ് കൂടുന്നത്, യൂറോബിലിനോജൻ ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ നേരത്തെ ചോദിച്ചതുപോലെ തന്നെ ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് യൂറിൻ ക്രിസ്റ്റൽ ഐഡന്റിഫൈ ചെയ്യാനാണ് പറയുന്നത്. ഓപ്ഷൻ എ പറയുന്നത് കൊളസ്ട്രോൾ ക്രിസ്റ്റൽ ആണെന്നാണ്. ഓപ്ഷൻ ബി തൈറോസിൻ ക്രിസ്റ്റൽ ആണ്. ഓപ്ഷൻ സി സിസ്റ്റീൻ ക്രിസ്റ്റൽ ആണ്. ഓപ്ഷൻ ഡി ഓക്സലേറ്റ് ക്രിസ്റ്റൽ ആണ്. ഏതാണ് കറക്റ്റ് ആൻസർ? പിക്ചർ നോക്കിയിട്ട് യെസ്, സിസ്റ്റീൻ ക്രിസ്റ്റൽ ആണ്. കാരണം ഇവിടെ ക്രിസ്റ്റലിന്റെ ഷേപ്പ് ഒരു ഹെക്സഗണൽ ഷേപ്പ് ആണ്. ഇപ്പോൾ കൊളസ്ട്രോൾ ക്രിസ്റ്റൽ ആണെങ്കിൽ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ നോച്ച്ഡ് എൻഡ് പ്രസന്റ് ആയിരിക്കുന്ന ക്രിസ്റ്റൽ ആണ് കൊളസ്ട്രോൾ ക്രിസ്റ്റൽ എന്ന് പറയുന്നത്. തൈറോസിൻ ആണെങ്കിൽ ഒരു നീഡിൽ ഷേപ്പ് ക്രിസ്റ്റൽ ആണ്. ഓക്സലേറ്റ് ക്രിസ്റ്റൽ ആണെങ്കിൽ നമ്മൾ കാൽഷ്യം ഓക്സലേറ്റ് ക്രിസ്റ്റൽ എൻവലപ്പ് ഷേപ്പ്ഡ് ക്രിസ്റ്റൽ ആണ് വരുന്നത്. ഇവിടെ സിസ്റ്റീൻ ക്രിസ്റ്റൽ ആണ് ഹെക്സഗണൽ ഷേപ്പ് ക്രിസ്റ്റൽ വരുന്നത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ നമ്മൾ ഓരോ ക്രിസ്റ്റലിൻ്റെ ഫോട്ടോ ഒന്ന് നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് മൈൻഡിൽ ഓർമ്മയുണ്ടാവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോപ്പിൻസ്, അതായത് HCG ഈസ് എ ഹോർമോൺ ദാറ്റ് ഈസ് റിലീസ്ഡ് ബൈ പ്ലാസെൻഡ, ക്യാൻ ബി ഡിറ്റക്റ്റഡ് ഇൻ ഓപ്ഷൻ എ യൂറിൻ സാമ്പിൾ ഓൺലി, ഓപ്ഷൻ ബി യൂറിൻ ആൻഡ് ബ്ലഡ് സാമ്പിൾ, ഓപ്ഷൻ സി പ്ലൂറൽ ഫ്ലൂയിഡ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി അബോവ്. ഏതാണ് കറക്റ്റ് ആൻസർ? യെസ്, ഓപ്ഷൻ ബി യൂറിൻ ആൻഡ് ബ്ലഡ് സാമ്പിൾ ആണ്. കാരണം ഈ HCG നമ്മൾ പ്രഗ്നൻസി ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് HCG ടെസ്റ്റ് ചെയ്യാറുള്ളത് അല്ലേ. അത് നമുക്ക് എവിടേക്ക് അത് റിലീസ് ചെയ്യുന്നത് പ്ലാസൻ്റെയാണ്. യൂറിനിലും ഡിറ്റക്ട് ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ ബ്ലഡ് സാമ്പിൾസിലും നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. നമ്മൾ സാധാ ചെയ്യാറുള്ളത് HCG യൂറിനിലാണ് നമ്മൾ ഫസ്റ്റ് ടെസ്റ്റിൽ ചെയ്യാറുള്ളത്. പക്ഷേ HCG നമ്മൾ ബ്ലഡിലും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ട്രിപ്പിൾ മാർക്കറിലും ഡബിൾ മാർക്കറിലൊക്കെ നമ്മൾ HCGയും കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Kershman spiral are seen in sputum in option A bronchial asthma, option B pneumonia, option C tuberculosis, option D none of the above. ഈ കേർഷ്മാൻ സ്പൈറൽ നമ്മൾ ഓൾറെഡി മുന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കസ് ചെയ്തതാണ്. നമ്മൾ സ്പ്യൂട്ടത്തിൽ കാണുന്ന സ്പൈറൽ ആണ്, അതായത് ഒരു സ്പൈറൽ ഷേപ്പ്ഡ് മ്യൂക്കസ് പ്ലഗ് ആണ്. ഇത് കാണുന്നത് ബ്രോങ്കിയൽ ആസ്മന്റെ കേസിലാണ്. ബ്രോങ്കിയൽ ആസ്മന്റെ കേസിലാണ്. അപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഈസ് ദ മോസ്റ്റ് പ്രിഫേർഡ് കോൺസെൻട്രേഷൻ മെത്തേഡ് ഓഫ് പാരസൈറ്റ് ഇൻ ഫീക്കൽ സാമ്പിൾ? ഓപ്ഷൻ എ സാച്ചുറേറ്റഡ് സോഡിയം ക്ലോറൈഡ്, ഓപ്ഷൻ ബി സിങ്ക് സൾഫേറ്റ് ഫ്ലോട്ടേഷൻ ടെക്നിക്ക്, ഓപ്ഷൻ സി ഫോർമോൾ ഈതർ കോൺസെൻട്രേഷൻ ടെക്നിക്ക്, ഓപ്ഷൻ ഡി സിമ്പിൾ സെൻട്രിഫിക്കേഷൻ മെത്തേഡ്. കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ഫോർമോൾ ഈതർ കോൺസെൻട്രേഷൻ ടെക്നിക്ക്. നമ്മൾ പാരസൈറ്റ് ഫീക്സസിൽ പാരസൈറ്റിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഈ ഫോർമോൾ ഈതർ കോൺസെൻട്രേഷൻ ടെക്നിക്ക് എന്ന് പറയുന്നത്. കോമൺലി പാരസൈറ്റിനെ ഫീസസിൽ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ടെക്നിക്കാണ് ഫോർമോൾ ഈതർ കോൺസെൻട്രേഷൻ ടെക്നിക്ക്. ഓക്കെ, ബാക്കിയുള്ള ടെക്നിക്സും നമുക്ക് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഓഫ് ദി ഫോളോവിങ് gives false negative result with benzidine test for occult blood? Option A intake of large amount of aspirin, intake of red meat, intake of iron tablet, and last option intake of large amount of vitamin C. ഏതാണ് കറക്റ്റ് ആൻസർ? ക്വസ്റ്റ്യൻ നോക്കണേ. ഫാൾസ് നെഗറ്റീവ് റിസൾട്ട് ആണ്. യെസ്, ഓപ്ഷൻ ഡി ഇൻടേക്ക് ഓഫ് ലാർജ് എമൗണ്ട് ഓഫ് വൈറ്റമിൻ സി. അപ്പോൾ റെഡ് മീറ്റ് നമ്മൾ എടുക്കുകയാണെങ്കിലും അയൺ ടാബ്ലറ്റ് ഒക്കെ എടുക്കുകയാണെങ്കിലും നമ്മൾ പോസിറ്റീവ് ഫാൾസ് പോസിറ്റീവ് ആണ് തരാം.
റെഡ് മീറ്റ് എടുത്തും അയൺ ടാബ്ലറ്റ് ഒക്കെ എടുത്തിട്ട് നമ്മൾ ഒക്കൾട്ട് ബ്ലഡ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഫോൾസ് പോസിറ്റീവ് റിസൾട്ട് ആണ് തരുന്നതെങ്കിൽ വൈറ്റമിൻ സി ടാബ്ലറ്റ് എടുത്തിട്ട് നമ്മൾ ഒക്കൾട്ട് ബ്ലഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോൾസ് നെഗറ്റീവ് റിസൾട്ട് ആണ് തരുന്നത്. ഒക്കൾട്ട് ബ്ലഡിന് യൂസ് ചെയ്യുന്ന ടെസ്റ്റ് ആണ് ഈ ബെൻസിഡിൻ ടെസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. ബെൻസിഡിൻ ടെസ്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, necrozoospermia is referred to which condition? Option A, presence of no sperm in semen. Option B, presence of a few sperm in the semen. Option C, presence of non-viable and non-motile sperm. Option D, presence of hurtless sperm. കറക്റ്റ് ആൻസർ ഏതാണ്? യെസ്, ഓപ്ഷൻ സി ആണ്. കാരണം നെക്രോ എന്ന് പറഞ്ഞാൽ ഡെഡ് ആയിട്ടുള്ള മീനിങ് ആണ്. ഡെഡ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ വയബിൾ അല്ലാത്ത, മോട്ടൈൽ അല്ലാത്ത ഡെഡ് ആയിട്ടുള്ള സ്പേം ആണ് ഉള്ളതെങ്കിൽ അതിനെയാണ് നമ്മൾ നെക്രോസൂസ്പെർമിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് വേറൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. സ്പേം സെമനിൽ ഇല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക? അസൂസ്പെർമിയ എന്ന് പറയും. കുറച്ച് സ്പേമാണ്, സ്പേമിൻ്റെ കൗണ്ട് കുറഞ്ഞാൽ ഒലിഗോസ്പെർമിയ എന്ന് പറയും. ഹെഡ്ലെസ് ആയിട്ടുള്ള സ്പേം ആണുള്ളതെങ്കിലോ എസെഫാലോസ്പെർമിയ എന്ന് പറയാം. സെഫാലോ എന്ന് പറഞ്ഞാൽ ഹെഡാണ്, ഹെഡ് ഇല്ല എന്ന് പറയുമ്പോൾ എസെഫാലോസ്പെർമിയ എന്ന് പറയാം. ഓക്കെ, അല്ലെങ്കിൽ എസെഫാലിക് സ്പേം എന്ന് പറയാം. ഓക്കെ, സോ ഇവിടെ നോക്കുക, നെക്രോസൂസ്പെർമിയ എന്ന് പറഞ്ഞാൽ വയബിൾ അല്ലാത്ത ഡെഡ് ആയിട്ടുള്ള സ്പേം ആണ് ഉള്ളത് എന്നർത്ഥം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which sugar is present in the semen sample? Option A, galactose. Option B, fructose. Option C, maltose. Option D, sucrose. യെസ്, കറക്റ്റ് ആൻസർ ഏതാണ്? ഫ്രക്ടോസ്. സെമനിൽ പ്രസന്റ് ആയിരിക്കുന്ന ഷുഗർ എന്ന് പറയുന്നത് ഫ്രക്ടോസ് ആണ്. ഈ ഫ്രക്ടോസ് ആണ് നമ്മൾ സ്പേമിന് വേണ്ട എനർജിയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഈ ഫ്രക്ടോസ് സെക്രേറ്റ് ചെയ്യുന്നത് സെമിനൽ വെസൈക്കിൾ ആണ് കേട്ടോ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, spider web coagulum or cobweb is usually seen in CSF in cases of option A, tuberculosis meningitis, option B, syphilis, option C, pneumonia, option D, all of the above. correct answer ഏതാണ്? yes, tubercular meningitis. നോട്ട് ചെയ്ത് വെക്കുക. ട്യൂബർക്കുലർ മെനിഞ്ചൈറ്റിസിന്റെ കേസിലാണ് സ്പൈഡർ വെബ് കൊയാഗുലം അല്ലെങ്കിൽ കോബ് വെബ് കൊയാഗുലം കാണുന്നത്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഓൾറെഡി നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് മുന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കസ് ചെയ്തതാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ന്യൂ ഗ്ലാസ്വെയർ ഈസ് സോക്ക്ഡ് ഇൻ 1% HCl solution and washed thoroughly, this is done because option A, to remove the dirt in glassware. Option B, to remove the stains in the glassware. Option C, to remove the mild alkalinity in the glassware. Option D, to make the glassware durable. correct answer ഏതാണ്? yes, C, to remove the mild alkalinity in glassware. ഇവിടെ ന്യൂ ഗ്ലാസ്വെയർ ആണ്, പുതിയ ഗ്ലാസ്വെയർ 1% HCl സോക്ക് ചെയ്തു. അത് ഓൾറെഡി ഗ്ലാസ്വെയറിലുള്ള ആൽക്കലൈനിറ്റി റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ 1% HCl നമ്മൾ സോക്ക് ചെയ്ത് വെക്കുന്നത് കേട്ടോ. അല്ലാണ്ട് അതിനുള്ളിലെ ഡേർട്ട് ക്ലീൻ ചെയ്യുക, സ്റ്റെയിൻ ക്ലീൻ ചെയ്യുക എന്നുള്ളതല്ല. കാരണം ന്യൂ ഗ്ലാസ്വെയർസിൽ ഡേർട്ട് ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ലല്ലോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗ് ഈസ് യൂസ്ഡ് ഇൻ സ്പെക്ട്രോഫോട്ടോമീറ്റർ ഫോർ option A, reducing the light transmitted. Option B, measurement of intensity of light transmitted. Option C, for providing narrower wavelength monochromatic light. Option D, for measuring the intensity of light absorbed. ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? ഓപ്ഷൻ സി. ഓപ്ഷൻ സി, ഫോർ പ്രൊവൈഡിങ് നാരോവർ വേവ് ലെങ്ത് മോണോക്രോമാറ്റിക് ലൈറ്റ്. നമ്മൾ സ്പെക്ട്രോഫോട്ടോമീറ്ററിൽ ഈ ഡിഫ്രാക്ഷൻ ഗ്രേറ്റിങ്ങും അതേപോലെ പ്രിസവുമാണ് മോണോക്രോമാറ്റർ ആയിട്ട് അല്ലെങ്കിൽ മോണോക്രോമാറ്റിക് ലൈറ്റ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. പ്രിസം ആൻഡ് ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർ ഡിറ്റക്ഷൻ ഓഫ് എലമെന്റൽ അനാലിസിസ് വി യൂസ് ഓപ്ഷൻ എ, ഫ്ലെയിം ഫോട്ടോമീറ്റർ. ഓപ്ഷൻ ബി, ആറ്റോമിക് അബ്സോർപ്ഷൻ സ്പെക്ട്രോഫോട്ടോമീറ്റർ. ഓപ്ഷൻ സി, ഇൻഡക്റ്റീവ്ലി കപ്പിൾഡ് പ്ലാസ്മ.
ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബോവ്. ഏതാണ് കറക്റ്റ് ആൻസർ? ഓൾ ഓഫ് ദി അബോവ്. കാരണം ഫ്ലെയിം ഫോട്ടോമീറ്ററിലും ആറ്റോമിക് അബ്സോർപ്ഷൻ സ്പെക്ട്രോഫോട്ടോമീറ്ററും ഇൻഡക്റ്റീവ്ലി കപ്പിൾഡ് പ്ലാസ്മ ഫോട്ടോമീറ്റർ ഇതെല്ലാം നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? എലമെൻസിൻ്റെ അനാലിസിസിന് വേണ്ടിയിട്ടാണ്. ഈ ഫ്ലെയിം ഫോട്ടോമീറ്ററിൻ്റെ കാര്യം മുന്നത്തെ ഏതോ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളതും കൂടി നോട്ട് ചെയ്ത് വെക്കുക. ഈ ആറ്റോമിക് അബ്സോർപ്ഷൻ സ്പെക്ട്രോഫോട്ടോമീറ്റർ ആൻഡ് ഇൻഡക്റ്റീവ്ലി കപ്പിൾഡ് പ്ലാസ്മയൊക്കെ നമ്മൾ എന്തിനാണ്? എലമെൻ്റൽ അനാലിസിസിന് യൂസ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഗ്ലൂക്കോസ് ചലഞ്ച് ടെസ്റ്റ് ഈസ് ഡൺ ഇൻ pregnant ladies at option A 8 to 12 week of gestation, option B 24 to 28 week of gestation, option C 12 to 24 week of gestation, option D first week of pregnancy. Correct answer ഏതാണ്? ഓപ്ഷൻ ബി 24 to 28 week of gestation. GCT ഗ്ലൂക്കോസ് ചലഞ്ച് ടെസ്റ്റ് നമ്മൾ മെയിൻലി പ്രഗ്നൻസി ലേഡീസിന് ചെയ്യുന്നത് ജസ്റ്റേഷണൽ ഡയബറ്റീസ് ഉണ്ടോ എന്ന് സ്ക്രീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കൺഫേം ചെയ്യാനല്ല, കൺഫേം ചെയ്യാൻ പിന്നെ നമുക്ക് GTT ആണ് ചെയ്യാറുള്ളത്. ജസ്റ്റ് സ്ക്രീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ GCT ചെയ്യാറുള്ളത്. അപ്പോൾ ഈ അധിക ജസ്റ്റേഷണൽ ഡയബറ്റീസും വരുന്നത് ഒരു 3rd ട്രൈമസ്റ്ററിലൊക്കെയാണ്. അപ്പോൾ ആ ഒരു സമയത്താണ് നമ്മൾ GCT ചെയ്യുക. അതല്ലാണ്ട് സ്റ്റാർട്ടിങ്ങിൽ പ്രഗ്നൻസിൻ്റെ ഫസ്റ്റ് വീക്കിലൊന്നല്ല GCT ചെയ്യുന്നത്. ജസ്റ്റേഷണൽ ഡയബറ്റീസ് വരാനുള്ള ചാൻസ് 3rd ട്രൈമസ്റ്ററിലാണ്. സോ ആ ഒരു സമയത്ത് നമ്മൾ GCTൻ്റെ സ്ക്രീനിങ്ങും അത് കഴിഞ്ഞ് GTT ഒക്കെ ചെയ്യാറുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഫാസ്റ്റിംഗ് പ്ലാസ്മ ഗ്ലൂക്കോസ് കോൺസെൻട്രേഷൻ എക്സീഡിംഗ് ഡാഷ് milligram per dl in more than one occasion is diagnostic of diabetes mellitus. Option A 100, option B 110, option C 126, option D 160. ഏതാണ് കറക്റ്റ് ആൻസർ? യെസ്, ഓപ്ഷൻ സി 126. അതായത് ചോദിച്ച ക്വസ്റ്റ്യൻ എന്താണ്? നമ്മൾ ഫാസ്റ്റിംഗ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവല് എത്രയിൽ കൂടിയാലാണ് നമ്മൾ ഡയഗ്നോസ്റ്റിക് ഡയബറ്റീസ് അല്ലെങ്കിൽ ഡയബറ്റിക് ആണ് എന്ന് നമ്മൾ പറയുന്നത്. 126 milligram per dl കൂടിക്കഴിഞ്ഞാലാണ് നമ്മൾ എന്ത് പറയാ. അതുപോലെ ഡയഗ്നോസ്റ്റിക് ഡയബറ്റീസിൻ്റെ അല്ലെങ്കിൽ ഡയബറ്റീസ് ഡയഗ്നോസ് ചെയ്യാനുള്ള PPBS വാല്യൂ എന്ന് പറയുന്നത് 200 milligram per day എല്ലാണ്. അതായത് 200 milligram കൂടുതലായി കഴിഞ്ഞാൽ നമ്മൾ ഡയഗ്നോസ്റ്റിക് ഡയബറ്റീസ് എന്ന് പറയാം. ഏതെങ്കിലും എപ്പോഴെങ്കിലും ഒരു വാല്യൂ അല്ല പറയുന്നത്. ഒന്നിൽ കൂടുതൽ ഒക്കേഷൻസിൽ ഇതേപോലെ FBS 126 മുകളിലാണെങ്കിലും PPBS 200 മുകളിലാണെങ്കിലും നമുക്ക് എന്ത് പറയാം? ഡയബറ്റീസ് കൺഫേം ചെയ്യാം അല്ലെങ്കിൽ ഡയബറ്റീസ് കൺഫേം ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഐഡിയൽ എക്സോജീനസ് മാർക്കർ ഫോർ GFR ടു അസസ് കിഡ്നി ഫങ്ഷൻ. ഓപ്ഷൻ A ഇനുലിൻ, ഓപ്ഷൻ B ക്രിയാറ്റിനിൻ, ഓപ്ഷൻ C സിസ്റ്റാറ്റിൻ C, ഓപ്ഷൻ D യൂറിയ. സോ ആൻസർ ഏതാണ്? ഇനുലിൻ എന്നുള്ളതാണ്. നമ്മൾ GFRനെ അസസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ GFRൻ്റെ ഐഡിയൽ ക്ലിയറൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഏതാണ്? ഇനുലിൻ ക്ലിയറൻസ് ആണ് വരുന്നത്. സോ ബാക്കിയുള്ള ക്രിയാറ്റിൻ ക്ലിയറൻസും അതേപോലെ തന്നെ യൂറിയ ക്ലിയറൻസും സിസ്റ്റാറ്റിൻ സിയും എല്ലാം എൻഡോജീനസ് ക്ലിയറൻസ്. ഇവിടെ കൃത്യമായിട്ട് എക്സോജീനസ് എന്നും കൂടി ചോദിച്ചിട്ടുണ്ട്. എക്സോജീനസ് ക്ലിയറൻസ് ഇനുലിനാണ്, എൻഡോജീനസ് ക്ലിയറൻസ് ആണ് യൂറിയയും ക്രിയാറ്റിനും സിസ്റ്റാറ്റിൻ സിയും അല്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി following is true for both the kidney and liver disease? Option A urine albumin is decreased, option B serum albumin is decreased, option C serum creatinine is increased, option D protein creatinine is increased. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ B serum albumin is decreased. കറക്റ്റ് ആൻസർ സെറം ആൽബുമിൻ ഈസ് ഡിക്രീസ്ഡ് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ലിവർ ഡിസീസിൽ ആൽബുമിൻ കുറയാനുള്ള കാരണം? ആൽബുമിൻ സിന്തസൈസ് ചെയ്യുന്നത് ലിവറിലാണ്. അപ്പോൾ ലിവർ ഡിസീസിൽ ആൽബുമിൻ്റെ സിന്തസിസ് കുറയും, അപ്പോൾ ബ്ലഡിൽ ആൽബുമിൻ്റെ ലെവൽ കുറയും. കിഡ്നി ഡിസീസിലാണെങ്കിൽ അവിടെ ആൽബുമിൻ കുറയുന്നുണ്ട്, കാരണം കൂടുതലായിട്ട് ആൽബുമിൻ
യൂറിനിലൂടെ എക്സ്ക്രീറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ആ കേസിലും ആൽബുമിൻ കുറയാണ് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് കേസിലും ലിവർ ഡിസീസിലും കിഡ്നി ഡിസീസിലും ആൽബുമിൻ കുറയുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ടെസ്റ്റ് ബേസ്ഡ് ഓൺ detoxification function of liver include option A brom sulfastellin test, option B Rose Bengal dye test, option C hippuric acid test, option D none of the above. ഏതാണ് കറക്റ്റ് ആൻസർ? യെസ്, ഹിപ്പ്യൂറിക് ആസിഡ് ടെസ്റ്റ് ആണ്. കാരണം ഇവിടെ നമുക്ക് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റിന് തന്നെ വീണ്ടും ക്ലാസിഫിക്കേഷൻ ഉണ്ട്. കാരണം ഡീടോക്സിഫിക്കേഷൻ ഫംഗ്ഷന്, അതേപോലെ തന്നെ എൻസൈം ആക്ഷന്, അതുപോലെ സിന്തറ്റിക് ആക്ഷൻ ഉള്ളത്, പിന്നെ എക്സ്ക്രീറ്ററി ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട് പല ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതിൽ ഡീടോക്സിഫിക്കേഷൻ ഫംഗ്ഷൻ നോക്കാൻ, അല്ലെങ്കിൽ ഡീടോക്സിഫിക്കേഷൻ എന്നുള്ള ഫംഗ്ഷൻ നോക്കാൻ വേണ്ടി ഹിപ്പ്യൂരിക് ആസിഡ് ടെസ്റ്റ്, അമോണിയ ടെസ്റ്റ് ഒക്കെയാണ് ചെയ്യാറുള്ളത്. സിന്തറ്റിക് ഫംഗ്ഷൻ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രോട്ടീന്, പ്രോത്രോംബിൻ ടൈം ഒക്കെയാണ് നമ്മൾ എന്ത് ചെയ്യാറ്, പ്രോട്ടീൻ, ആൽബുമിൻ, പ്രോത്രോംബിൻ ടൈം ഒക്കെയാണ് സിന്തറ്റിക് ഫംഗ്ഷന് വേണ്ടി നമ്മൾ ചെയ്യാറുള്ളത്. എക്സ്ക്രീറ്ററി ഫംഗ്ഷൻ ആണെങ്കിൽ നമ്മൾ സെറത്തിൽ ബിലിറുബിൻ, അതുപോലെ യൂറിനിൽ ബിലിറുബിൻ, യൂറോബിലിനോജൻ ഒക്കെയാണ് ചെയ്യാറുള്ളത്. എൻസൈമാറ്റിക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ALT, ALP, AST, അതുപോലെ തന്നെ LDH, 5' ന്യൂക്ലിയോടൈഡേസ്, ഇതൊക്കെ നമ്മൾ എൻസൈമാറ്റിക് ഫംഗ്ഷൻ നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതിൽ ഡീടോക്സിഫിക്കേഷൻ ഫംഗ്ഷനാണ് ഹിപ്പ്യൂരിക് ആസിഡ് ടെസ്റ്റ് വരുന്നത്. ഓക്കെ, സോ ഇത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കിയുള്ളത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. കൂടുതൽ വീഡിയോ ഇൻഷാ അല്ലാഹ്